ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ നല്ലൊരു മീൻകറിയാണ്. ഈ ഒരു മീൻകറിയെ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയലയാണ്. അയല വെച്ച് തയ്യാറാക്കുമ്പോൾ ഈ ഒരു മീൻകറിക്ക് പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു കറിയെ 10 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അത്രയും അളവുണ്ട്. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി മീൻകറി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് മസാലകൾ മുരിയിച്ച കാറ്ററിംഗ് സ്പെഷ്യൽ മീൻകറിയെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. മസാലകൾ മുരിയിച്ച കാറ്ററിംഗ് സ്പെഷ്യൽ തേങ്ങ അരച്ച മീൻകറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ അയലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മീൻകറിയുടെ അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് 4 സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി, 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 സ്പൂൺ തന്നെ ഉലുവപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 മുറി നാളികേരമാണ്. ഞാനിവിടെ ഒരു വലിയ മുറി നാളികേരമാണ് തിരുമ്മിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം കറിക്ക് ആവശ്യമായ കുടംപുളിയെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വെള്ളത്തിൽ കുതിർത്താനും കൂടി വെച്ച് കൊടുക്കാം. പുളിയെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്താൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 3 പച്ചമുളക്, 10 അല്ലി കൊച്ചുള്ളി, കുറച്ച് കറിവേപ്പില, 3 ചെറിയ കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ച മസാലപ്പൊടികളെല്ലാം ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പാനിന്റെ ചൂട് കൊണ്ട് തന്നെ ഒന്ന് മുരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ മുരിയിച്ചെടുക്കാം. 1 മിനിറ്റ് നേരം ഇതുപോലെ എണ്ണയിലിട്ട് കൊടുത്തൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് കൂടെ മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മസാലപ്പൊടികളുടെ ചൂടെല്ലാം ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച നാളികേരത്തിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കൂടെ മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുരിയിച്ചെടുത്തിട്ടുള്ള മസാലപ്പൊടികളാണ് ഈ ഒരു തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മസാലപ്പൊടികളെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചുകൂടെ വെക്കണം. അതിനുശേഷം നമുക്ക് കറിയെ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചൂടായ മൺചട്ടിയിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച 3 ചെറിയ കഷ്ണം ഇഞ്ചിയെ പൊടിയായി കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. ഇഞ്ചിയെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടിയിട്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് ആയി വരണം. അതുവരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ നല്ലതുപോലെ കളറൊന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മുരിയിച്ചെടുക്കാം. മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ തന്നെ അരച്ചെടുത്തിട്ടുള്ള അരപ്പിനെ കൂടെയാണ് കറിയിലേക്ക് ചേർക്കേണ്ടത്. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അരപ്പിലെ വെള്ളമയോ എല്ലാം ഒന്ന് വറ്റി അരികൊക്കെ എണ്ണ തെളിഞ്ഞ് തുടങ്ങുന്നവരെയാണ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടി ഇളക്കി കൊടുക്കുവാണ്. വഴറ്റുന്ന അരപ്പിന്റെ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു തുടങ്ങിയാൽ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അരപ്പിനെ കൂട്ടി ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ പുളി കുതിർത്തിയത് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ കുടംപുളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കറിയെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിക്ക് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ കറി തിളക്കുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയെ സിമ്മിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം മൂടി വെച്ച് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടും. അപ്പോഴേക്കും നമ്മുടെ കറിയിലെ വെള്ളമെല്ലാം വറ്റി കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടും. 5 മിനിറ്റ് നേരം മൂടി വെച്ച കറിയെ മൂടി തുറന്ന് ഒന്ന് ഇളക്കിയും കൂടി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളാണ് കറിയിലേക്ക് ചേർക്കേണ്ടത്. കറിയിലേക്ക് മീൻ കഷ്ണങ്ങളെ ചേർത്ത് കഴിഞ്ഞാൽ കയ്യിൽ ഉപയോഗിച്ച് അടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം കറി നല്ലതുപോലെ തിളച്ച് കിട്ടുന്നതിനായിട്ട് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റാം. നല്ലവണ്ണം തിളച്ചു തുടങ്ങിയാൽ സിമ്മിലേക്ക് മാറ്റിയിട്ടൊന്ന് മൂടിയും കൂടി വെച്ചു കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ഒന്നുകൂടെ അടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും മൂടി അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി ഇതേ ഒരു പാകത്തിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്.
ഇനി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറിയിലെ എണ്ണമയെല്ലാം തെളിഞ്ഞ് നല്ല കുറുകിയ പാകത്തിലേക്കായി കിട്ടിയിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളിൽ നല്ലവണ്ണം ഉപ്പും പുളിയൊക്കെ പിടിച്ചും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻ കറി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കറി ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമായിട്ടാണ് നമ്മൾ നല്ലൊരു മീൻകറിയെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു മീൻകറിയെ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളിത് വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻകറിയാണ്. നല്ല ചൂട് ചോറിലേക്ക് ഈ ഒരു മീൻ കറിയുടെ ചാറ് കൂട്ടി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ പുട്ട്, അപ്പം എന്നിവയ്ക്കും വളരെ കോമ്പിനേഷനായിട്ടുള്ള നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻസായിട്ട് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.